പുതിയ വീഡിയോകൾ കാണുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മധുരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര കൊട്ടാരങ്ങളിലൊന്നാണ് തിരുമല നായ്ക്കർ മഹൽ, തിരുമല നായ്ക്കർ പാലസ്. മധുര മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1.2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ചരിത്ര കൊട്ടാരത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. 1. നിർമ്മാണവും ചരിത്രവും. നിർമ്മിച്ചതാര്? ക്രിസ്തുവർഷം 1636 മധുര ഭരിച്ചിരുന്ന നായ്ക്ക വംശത്തിലെ പ്രശസ്ത രാജാവായ തിരുമല നായ്ക്കരാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. ശില്പി ഒരു ഇറ്റാലിയൻ ശില്പിയുടെ മേൽനോട്ടത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദ്ദേശ്യം തന്റെ രാജ്യത്തിന്റെ പ്രധാന കൊട്ടാരമായി ഉപയോഗിക്കാനാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത്. തുടക്കത്തിൽ നിലവിലുള്ളതിനേക്കാൾ 4 മടങ്ങ് വലിയ വിസ്തൃതി ഈ കൊട്ടാരത്തിനുണ്ടായിരുന്നു. 2. വാസ്തുവിദ്യ, ആർക്കിടെക്ചർ. തിരുമല നായ്ക്കർ മഹൽ പ്രധാനമായും ഇൻഡോ-സാരസെനിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ശൈലിയുടെയും ഇസ്ലാമിക് യൂറോപ്യൻ വാസ്തുവിദ്യയുടെയും മനോഹരമായ ഒരു മിശ്രണമാണിത്. ഭീമാകാരമായ തൂണുകൾ. ഈ കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ കൂറ്റൻ വെള്ളത്തൂണുകളാണ്. ഏകദേശം 82 അടി ഉയരവും 19 അടി ചുറ്റളവുമുള്ള തൂണുകളാണിവിടെയുള്ളത്. സ്വർഗവിലാസം, SVRGA വിലാസം. രാജാവിന്റെ സിംഹാസനം സ്ഥിതി ചെയ്തിരുന്ന പ്രധാന ഹാളാണിത്. ഇതിന്റെ കൂറ്റൻ ഗോളാകൃതിയിലുള്ള മേൽക്കൂരയും ഡോം അതിലെ കൊത്തുപണികളും അതിശയിപ്പിക്കുന്നതാണ്. രംഗവിലാസം, രാംഗവിലാസം. രാജാവിന്റെ സഹോദരൻ താമസിച്ചിരുന്ന ഇടമായിരുന്നു ഇത്. മുറ്റവും അലങ്കാരങ്ങളും. വിശാലമായ ഒരു വലിയ നടുമുറ്റം കൊട്ടാരത്തിനുണ്ട്. കൂടെ മേൽക്കൂരകളിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ ചിത്രീകരിക്കുന്ന മനോഹരമായ ഛായാചിത്രങ്ങളും ഫ്രെസ്കോസ് പ്ലാസ്റ്റർ കൊത്തുപണികളും കാണാം. 3. തകർച്ചയും പുനരുദ്ധാരണവും. തിരുമല നായ്ക്കരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചെറുമകൻ അഗതിയും തലസ്ഥാനം തിരുച്ചിറപ്പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തതോടെ കൊട്ടാരത്തിന്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയറാണ് ഇന്ന് കാണുന്ന ഭാഗങ്ങൾ പുനരുദ്ധരിച്ച് സംരക്ഷിച്ചത്. 4. ഇന്നത്തെ പ്രാധാന്യവും വിനോദസഞ്ചാരവും. തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ തമിഴ്നാടു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സംരക്ഷണയിലാണ് നിലവിൽ ഈ കൊട്ടാരം. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ദിവസവും വൈകുന്നേരങ്ങളിൽ തിരുമല നായ്ക്കർ രാജാവിന്റെ ജീവിതത്തെയും ചിലപ്പതികാരത്തെയും ആസ്പദമാക്കി തമിഴിലും ഇംഗ്ലീഷിലും നടത്തുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. സിനിമകളിൽ തമിഴ്, മലയാളം, ഹിന്ദി തുടങ്ങി നിരവധി സിനിമകളുടെ ചിത്രീകരണത്തിന് ഈ കൊട്ടാരം വേദിയായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബോംബെ സിനിമയിലെ കണ്ണാളനെ എന്ന പാട്ട് ചിത്രീകരിച്ചത് ഇവിടെയാണ്. രാവിലെ പകൽ 9 മണി മുതൽ വൈകുന്നേരം പുലർച്ചെ 5 മണി വരെയാണ് കൊട്ടാരത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. മധുര സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടൊരു ചരിത്രസ്മാരകമാണിത്.